പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ദാവീദ് രാജാവ് പറയുന്ന ഒരു പദം വചനത്തിനകത്ത് കിടപ്പുണ്ട്. ആമേൻ. ഞാനൊരു സിംഹത്തെയും കരടിയെയും അതിൻ്റെ വായിൽ നിന്നും ആട്ടിൻ കുട്ടിയെ അല്ലെങ്കിൽ ആട്ടിനെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടു. കാരണം സിംഹത്തിൻ്റെ വായിൽ നിന്നും ആടിനെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഹല്ലേലൂയ. കാരണം അതിൻ്റെ രണ്ട് പല്ലെന്ന് പറയുന്നത് കൂർത്ത പല്ലാണ്, അത് താഴോട്ട് നീളമുള്ള പല്ലാണ്. ആട്ടിൻ കുട്ടിയെ അതിനകത്തുനിന്ന് വലിച്ചെടുക്കണമെങ്കിൽ സിംഹവുമായൊരു മൽപ്പിടുത്തം ഉണ്ടാകണം. അതിൻ്റെ വാ പിളർത്തി വേണം, അല്ലെങ്കിൽ അതിൻ്റെ വാ പൊളിച്ച് വേണം നമുക്ക് അതിനകത്ത് നിന്നും ആട്ടിൻകുട്ടിയെ വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഞാൻ ചിന്തിച്ചപ്പോൾ ആമേൻ ഹല്ലേലൂയ, അഭിഷേകമുള്ളവനെ അത് പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളവനെ കൊണ്ടേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആമേൻ ഹല്ലേലൂയ. നിസ്സാരമായ കാര്യമല്ല. ഒരു സിംഹത്തിൻ്റെ വായിൽ നിന്നും വലിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാംസങ്ങളും അതിൻ്റെ ഹല്ലേലൂയ അതിന് ക്ഷയം സംഭവിക്കും, അല്ലെങ്കിൽ അതിനെ അത് ഡാമേജ് ആയിപ്പോൾ അത് മരണപ്പെട്ടു പോകും. സിംഹത്തിൻ്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ, പക്ഷേ അതിൻ്റെ ലോക്കിൽ നിന്നും അതിനെ പുറത്തെടുക്കണമെങ്കിൽ അഭിഷേകം അവൻ്റെ മേൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ചില വ്യക്തികളോട് ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, നിങ്ങൾ ഏതെങ്കിലും ലോക്കിൽപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അഭിഷേകം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ പുറത്തു വരും. നിങ്ങളുടെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്നും പുറത്തു വരും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്നും പുറത്തു വന്നിരിക്കും. ഇവിടെ ദാവീദ് രാജാവ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആ സിംഹത്തിൻ്റെ വായിൽ നിന്നും ആടിനെ രക്ഷപ്പെടുത്തി, കരടിയുടെ വായിൽ നിന്നും ആടിനെ രക്ഷപ്പെടുത്തി. അപ്പോൾ ഈ രണ്ട് മൃഗങ്ങളെന്ന് വെച്ചാൽ അതിക്രൂരമായ മൃഗങ്ങളാണ്. സിംഹത്തിൻ്റെ വായിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അത് ജീവനോടെ പുറത്തു വരുന്ന കാര്യത്തിൽ ഹല്ലേലൂയ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജീവനോടെ പുറത്തു വരുവാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഈ ആട്ടിൻകുട്ടിയെ എങ്ങനെ പുറത്തെടുത്തു? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ആ ലോക്കായിരുന്നതിൻ്റെ വാ പിളർത്തിയാണ് ആട്ടിൻകുട്ടിയെ രക്ഷിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ പ്രതികൂലത്തിലായിരിക്കുന്ന, ഞാൻ ലോക്കിലായിരിക്കുന്ന? ഒരു പക്ഷേ നിങ്ങളുടെ ജീവിത സാഹചര്യം നിങ്ങളെ ലോക്കിലാക്കിയിരിക്കാം. ഒരു പക്ഷേ നിങ്ങളുടെ വിദ്യാഭ്യാസമായി മുന്നോട്ട് പോകുവാൻ നിങ്ങളെ ലോക്കിലായിരിക്കാം. ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബജീവിതം ലോക്കിൽപ്പെട്ടിരിക്കുകയായിരിക്കാം. ഒരു പക്ഷേ നിങ്ങളുടെ സാമ്പത്തിക നന്മ അല്ലെങ്കിൽ നിങ്ങളുടെ കടഭാരം നിങ്ങളെ ലോക്കിലാക്കിയിരിക്കാം. എന്നാൽ അഭിഷേകം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ ദൈവിക പ്രവൃത്തി വെളിപ്പെടും. ആമേൻ ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ പറ്റും, ഇതിൽ നിന്ന് ഞാൻ പുറത്തു വരും, ഈ ലോക്കിൽ നിന്ന് ഞാൻ പുറത്തു വരും? ദാവീദ് രാജാവ് ആമേൻ ഹല്ലേലൂയ ആ സിംഹത്തിൻ്റെ വാ പിളർത്തിയാണ് പുറത്ത് ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നെങ്കിൽ ആമേൻ ഹല്ലേലൂയ ഈ ആട്ടിടയനായ ദാവീദിനെ സിംഹാസനത്തിൽ ഇരുത്തുവാൻ ദൈവം പദ്ധതി ഇട്ടെങ്കിൽ, നിങ്ങൾ നിങ്ങൾ ഭാരപ്പെടുന്ന, നിങ്ങൾ പ്രതികൂലത്തിലാകുന്ന ഈ ലോക്കിൽ നിന്നും ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വിശ്വസ്തനാണ്. നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ പറ്റുമോ? നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലൊന്ന് കരയാൻ പറ്റുമോ? നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലൊന്ന് പ്രാർത്ഥിക്കുവാൻ പറ്റുമോ? അഭിഷേകം നിങ്ങളുടെ മേൽ വന്നാൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങൾ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നോക്കണം, ജീവനോടെയാണ് ആ ആട്ടിനെ പുറത്തു കൊണ്ടുവന്നത്. നിങ്ങൾ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഹല്ലേലൂയ. നിങ്ങൾ രോഗിയാണെങ്കിൽ ഇന്ന് ആ രോഗത്തിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ കടഭാരത്തിലാണെങ്കിൽ ആ കടഭാരത്തിൽ നിന്നും നിങ്ങൾ പുറത്തു വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ നീറുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, തലമുറകളെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ ഹല്ലേലൂയ കർത്താവിനോട് പറയണം, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, അവർ അത്ഭുതങ്ങളെ കാണും. എത്ര പേർക്ക് പറയാൻ പറ്റും, നിങ്ങൾ ലോക്കിൽപ്പെട്ട് കിടക്കുകയാണോ, നിങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. ഇത് ദൈവിക ശബ്ദമായി ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങളെ കാണും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ.